അപ്പോൾ നോമ്പ് കാലമാണ്. നമ്മളെ വീട്ടിൽ എന്തായാലും കുട്ടികളുടെ വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമായിട്ട് ബാക്കി ഉണ്ടാവും. അപ്പം ഇന്ന് ഞാൻ സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ കാണിച്ചു തരാം. കുറച്ച് കഞ്ഞി ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നേരെ ഇവിടെ ഒരു പഴയ പാത്രമുണ്ട്, ഇതിൽ കൊണ്ടുപോയി ഒഴിച്ച് വെക്കും. ഇതിനിപ്പോൾ എന്തായാലും ഉപ്പേരി ആവട്ടെ, കഞ്ഞാവട്ടെ, മീനാവട്ടെ, എന്ത് ഐറ്റംസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ഇതിൽ കൊണ്ടുപോയി ഒഴിച്ച് വെക്കും. ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കിന് ഇത് ഫുള്ള് തീരുമാനമാവും. എന്തെങ്കിലും ജീവികൾ, ചില സമയത്ത് കാക്ക ഉണ്ടാവും, ഇതപ്പം തന്നെ വരുന്നുണ്ട് ഇതിൽ ഒഴിച്ച് വെച്ച് കണ്ടിട്ട്. കാക്ക ഉണ്ടാവും, പിന്നെ അണ്ണാൻ വരും, അതുപോലെ പൂച്ച, പിന്നെ അങ്ങനെ ചെറിയ എന്തെങ്കിലും ജീവികളായിട്ട് വന്ന് തിന്ന് പാത്രം തീർത്ത് പോകണ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അത് ഇപ്പോൾ അത് കണ്ടതിനുള്ള വിളിയാണത്. കൂട്ടുകാരിലൊക്കെ വിളിക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തത്. ഇത് ഈ കൊടും വേനൽ സമയത്ത് നമുക്ക് പൂച്ചകളൊക്കെ കാണാം, ഇങ്ങനെ വെള്ളം ഇറ്റുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ നുക്കി തുടക്കുന്നത് കാണാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും. അത് ചിലപ്പം തട്ടിമറിച്ചിടും, ഇല്ലെങ്കിൽ അതൊന്നും കുറേശ്ശൊക്കെ കുടിച്ച് പോകും. അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമ്മൾ വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ അറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സഹജീവികളെ വിശപ്പും ദാഹമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതാ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, ജോലി വന്ന് തീരുമാനമാക്കി തന്നോളും.